ാൾ വലിയൊരു തട്ടിപ്പുണ്ടായിരുന്നു ബംഗാളിൽ. നമ്മളൊക്കെ ഓർമ്മിക്കുന്നുണ്ടല്ലോ, ശാരദാ ചിട്ടി ഫണ്ട് തട്ടിപ്പ്. എത്രയായിരുന്നു എന്നറിയോ? 3500 കോടിയാ. എന്തായിരുന്നു ആ പണം? എവിടേക്കാണ് കൊണ്ടുപോയതെന്നറിയോ? ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോയി രാജ്യദ്രോഹ പ്രവർത്തനത്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നതായിരുന്നു കണക്ക്. അതിൽ പ്രധാനപ്പെട്ട ഒരു റെയ്ഡ് നടന്നിട്ടുണ്ട്. ആ നേതാവിന്റെ പേര് ഹിമന്ത ബിശ്വ ശർമ്മ എന്നാ. അദ്ദേഹം ഇപ്പൊ എവിടെയാണെന്നറിയാമോ? ആസാമിന്റെ മുഖ്യമന്ത്രിയാ ഹിമന്ത ബിശ്വ ശർമ്മ. അതായത് രാജ്യദ്രോഹപരമായ കാര്യത്തിൽ ഒരു വലിയ തട്ടിപ്പ് ഉപയോഗിച്ചതിന്റെ പേരിൽ പ്രതിസ്ഥാനത്ത് നിൽക്കപ്പെട്ട് ഇഡി റെയ്ഡ് ചെയ്തയാളെ പിന്നീട് മുഖ്യമന്ത്രിയാക്കിയ ഒരു പാർട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു പ്രദേശത്തെ സഹകരണ ബാങ്കിൽ നടന്ന അല്ലെങ്കിൽ സഹകരണ സ്ഥാപനത്തിൽ നടന്ന തട്ടിപ്പ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന അജണ്ടയാവുന്നു എന്നുള്ളതിൽ എനിക്ക് വിശ്വാസമില്ല. ഒന്ന്. നമ്പർ 2, നമ്മളോട് പ്രധാനമന്ത്രി പല കാര്യങ്ങളും പറഞ്ഞല്ലോ. ഇവരോട് കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ ഇതേ പ്രധാനമന്ത്രി 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കൊരു വാഗ്ദാനം കൊടുത്തിരുന്നു. സ്വിസ് ബാങ്കിൽ കുറച്ച് കള്ളപ്പണം ഉണ്ടെന്നും ആ കള്ളപ്പണം ഞങ്ങളെ അധികാരത്തിൽ എത്തിച്ചാൽ ഈ നാട്ടിൽ കൊണ്ടുവരുമെന്നും അങ്ങനെ കൊണ്ടുവന്നാൽ 15 ലക്ഷം